Hello students, I am going to discuss the next very important topic from the chapter, some basic concepts of chemistry. That is methods for expressing concentration of solution. A majority of reaction in the laboratory are carried out in solution. Therefore, it is very important to understand how the amount of substance in a solution is expressed. Okay, the concentration of a solution or the amount of amount of substance present in the given solution can be expressed by different methods. Okay. അപ്പോൾ ലാബിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മിക്ക റിയാക്ഷൻസും സൊല്യൂഷന്റെ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷനിലുള്ള ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ, or we can say the concentration of solution. അങ്ങനെയും പറയാം, concentration of solution. നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മെത്തേഡ്സ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഫസ്റ്റ് മെത്തേഡ് mass percentage and second method molarityയുടെ സിമ്പൽ ക്യാപിറ്റൽ എം ആണ്. തേർഡ് മെത്തേഡ് molality സ്മോൾ എം and fourth method മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷന്റെ സിമ്പൽ കൈയാണ്, കൈ. യെസ്, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് മെത്തേഡ് നോക്കാം. അപ്പോൾ എന്താണ് മാസ് പെർസെൻറ്റേജ്? ഓക്കെ, ഈ മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് സൊല്യൂട്ട് എന്നും സോൾവെന്റ് എന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി മുതൽ ഞാൻ ക്യാപിറ്റൽ എ ആണ് സോൾവെന്റിന്റെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്, ബി ആണ് സൊല്യൂട്ടിന്റെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലേ? We know solution is a homogeneous mixture of two or more components, and the amount present, lesser amount in a solution is called the solute, and the amount which is present, larger amount in a solution is called the solvent. ഒരു സൊല്യൂഷനിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണന്റിനെ സൊല്യൂട്ട് എന്നും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണന്റിനെ സോൾവെന്റ് എന്നും പറയുന്നു. യെസ്, പ്ലീസ് ലിസൺ. Then mass percentage means what? Mass percentage is the number of mass units of a component. Mass percentage is the number of mass units of a component present in 100 mass units of solution. ഓക്കെ, ഇപ്പോൾ ഒരു സൊല്യൂഷനെ 100 മാസ് യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര മാസ് യൂണിറ്റ് ഒരു കോമ്പോണന്റ് ആ സൊല്യൂഷനിൽ പ്രസന്റ് ആണ്, അതാണ് ആ സൊല്യൂഷനിലുള്ള ആ കോമ്പോണന്റിന്റെ മാസ് പെർസെൻറ്റേജ്. വെരി സിമ്പിൾ എക്സാമ്പിൾ, 4% സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ മീൻസ് വാട്ട്? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെ നിങ്ങൾ 100 മാസ് യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതിൽ 4 മാസ് യൂണിറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന കോമ്പോണന്റ് ആ സൊല്യൂഷനിൽ പ്രസന്റ് ആണ്. അതായത് 100 ഗ്രാം, അല്ലെ,
ഓരോ മാസ് യൂണിറ്റിനെയും നമുക്ക് ഓരോ ഗ്രാമായിട്ട് എടുത്താൽ 100 ഗ്രാമിൽ 4 ഗ്രാം 100 ഗ്രാം സൊല്യൂഷനിൽ 4 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രസന്റ് ആണ്. അതാണ് 4% സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്നത് മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കാണാൻ പറ്റുക? യെസ്, ഓക്കെ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാണാം? മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്, ഓക്കെ. സൊല്യൂട്ടിനെ ബി കൊണ്ടാണല്ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ കാണാം? മാസ് ഓഫ് solute divided by mass of solution into 100. Mass of solute divided by mass of solution into 100. അതായത് മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് എങ്ങനെ എഴുതാം? WB. ബി സൂചിപ്പിക്കുന്നത് ബി റെപ്രസെന്റ് സൊല്യൂട്ട്. WB മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂഷൻ മീൻസ് വാട്ട്? Mass of solvent plus mass of solute into 100. Yes, mass percentage. Okay. Then the next method, molarity. What is molarity? Molarity is the number of moles of solute present per liter of solution. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണം, അതാണ് മൊളാരിറ്റി. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയുന്നു. ദ ഡെഫിനിഷൻ, മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ: മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. യെസ്, അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? സിമ്പിൾ ക്യാപിറ്റൽ എം ആണ് കേട്ടോ. മൊളാരിറ്റി എപ്പോഴും ക്യാപിറ്റൽ എം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൊളാരിറ്റി ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എൻ ബി. ബി സൊല്യൂട്ടിന്റെ സിമ്പിൾ ആണല്ലോ, ഡിവൈഡഡ് ബൈ പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, വോളിയം ഇൻ ലിറ്റർ. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം? എൻ ബി നമുക്ക് എങ്ങനെ കാണാം? നമ്മൾ ഇതിനു മുമ്പ് മോൾ കൺസെപ്റ്റ് പഠിച്ചതാണ് അല്ലെ. നമ്പർ ഓഫ് മോൾസ് എന്താ? മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പൊ എൻ ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? WB ഡിവൈഡഡ് ബൈ എം ബി എന്ന് എഴുതാം. WB ഡിവൈഡഡ് ബൈ എം ബി മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ml. ഓക്കെ, ഇതാണ് മൊളാരിറ്റി കണ്ടുപിടിക്കേണ്ട മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി യൂണിറ്റ്, മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താണ്? നമ്പർ ഓഫ് മോൾസ്, മോൾ. മോൾ പെർ ലിറ്റർ, മോൾ ലിറ്റർ ഇൻവേഴ്സ്, മോൾ പെർ ലിറ്റർ ഓർ മോൾ ലിറ്റർ ഇൻവേഴ്സ്. അതാണ് മൊളാരിറ്റിയുടെ യൂണിറ്റ്. നെക്സ്റ്റ് മെത്തേഡ് മൊളാലിറ്റിയാണ്. നെക്സ്റ്റ് മെത്തേഡ് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്ലീസ് ലിസൺ. മൊളാലിറ്റി ഈസ് ദ number of moles of solute dissolved per 1000 gram or 1 kilogram of solvent. Okay, ഒന്നുകൂടി ഞാൻ പറയുന്നു. Molarity is the number of moles of solute present per kilogram or 1000 gram of solvent. പക്ഷെ molarity എന്താ? Number of moles of solute present per liter of solution ആണ്. ഇവിടെ ലിറ്ററിന്റെ പ്ലേസിൽ എന്താ ഉള്ളത്? കിലോഗ്രാം. സൊല്യൂഷന്റെ പ്ലേസിൽ എന്താ ഉള്ളത്? സോൾവെന്റ്. മാറാൻ പാടില്ല. ഓക്കെ, പ്ലീസ് ലിസൺ. നമ്പർ ഓഫ് മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present per kilogram of solvent. Yes, then the mathematical expression for molarity, please listen. Molarity small m equal to NB, number of moles of solute dissolved per, divided by kilogram of solvent, mass of solvent in kilogram. Yes. Then ഇവിടെ നമുക്ക് NB ക്ക് പകരം എന്ത് എഴുതാം?
WB divided by MB എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 1000 divided by mass of solvent in gram. ഓക്കെ, കിലോഗ്രാമിനെ ഞാൻ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NBക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? WB divided by MB, mass of solute by molar mass of molecular mass of solute into 1000 divided by WA in gram. കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. യെസ്, ഇതാണ് മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ട മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ദെൻ യൂണിറ്റ്. എന്താണ് യൂണിറ്റ്? മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്താ? മോൾ, നമ്പർ ഓഫ് മോൾസ്, മോൾ per kilogram, mole per kilogram or mole kilogram raised to -1. ഇതാണ് മൊളാലിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ സിമ്പിൾ കൈയാണ്, കൈ എന്നാണ് പറയാം. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ is the ratio of number of moles of that component to the total number of moles of all the components in a solution. Mole fraction of a component in a solution is the ratio of number of moles of that component to the total number of moles of all the components in a solution. Please listen. Suppose a solution consists of two components A and B. Okay, let Na and Nb be the number of moles of A and B. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സൊല്യൂഷനിലെ എയുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണാം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ, ദാറ്റ് ഈസ് കൈ എ ഈക്വൽ ടു Na divided by Na plus Nb. Ratio of number of moles of A to the total number of moles, Na by Na plus Nb. Then mole fraction of B, chi B equal to Nb divided by Na plus Nb. Number of moles of B divided by total number of moles of the components in the solution. Yes, mole fraction of A plus mole fraction of B equal to what? Na divided by Na plus Nb plus Nb divided by Na plus Nb means what? Na plus Nb divided by Na plus Nb equal to 1. That means what? Very, very important point. Sum of mole fractions of all the components in a solution is equal to 1. Sum of mole fractions of all the components in a solution is equal to 1. ഒരു സൊല്യൂഷനിലെ എല്ലാ കോമ്പോണൻസിന്റെയും മോൾ ഫ്രാക്ഷന്റെ സം എന്താണ്? യൂണിറ്റി ആണ്. Here mole fraction of A plus mole fraction of B equal to 1. Okay? ഇനി നമുക്ക് മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ഈ ടേംസുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. പ്ലീസ് ലിസൺ. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ. Find the molarity of a solution prepared by dissolving 50 gram NaOH in 100 ml water. Find the molarity of a solution prepared by dissolving 50 gram NaOH in 100 ml water. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ്. ഇവിടെ നമ്മൾ മൊളാരിറ്റി, ക്യാപിറ്റലെ മൊളാരിറ്റി ആണ് പറയേണ്ടത്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? യെസ്, മാസ് ഓഫ് സൊല്യൂട്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണല്ലോ സൊല്യൂട്ട്, അപ്പൊ WB 50 gram. പിന്നെ മോളിക്കുലർ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ആറ്റോമിക് മാസ് സോഡിയം 23, ഓപ്ഷൻ 16, ഹൈഡ്രജൻ 1, അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Then sodium 23 plus oxygen 16 plus hydrogen 1, 40.
40 ആണ് molecular mass of sodium hydroxide. Then volume of solution is 100 ml. Then equation, molarity, M is equal to WB by MB into 1000 divided by volume in ml. We can substitute the values. Okay, 50 divided by 40 into 1000 by 100. Okay. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 12.5 മോളാർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൊളാരിറ്റിയാണ് കാണാൻ പറഞ്ഞത് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് മാസ് തന്നിട്ടുണ്ട്. സൊല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് മോളാർ മാസ് നമുക്ക് ആറ്റോമിക് മാസ് ഇവിടെ അറിയാം, അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം ഓഫ് ദ സൊല്യൂഷൻ 100 ml ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മൊളാരിറ്റിയുടെ ഇക്വേഷൻ, മൊളാരിറ്റിയുടെ എക്സ്പ്രഷൻ നിർബന്ധമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, മൊളാരിറ്റി M is equal to WB divided by MB into 1000 by volume in ml. Then values substitute ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. പ്ലീസ് ലിസൺ. കാൽക്കുലേറ്റ് molality and mole fraction of solute in aqueous solution of glucose containing 18 gram of glucose in 500 gram of water. ആദ്യമായിട്ട് നിങ്ങൾ കാണേണ്ടത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി സ്മോൾ എം കാണണം. ഓക്കെ, അതിനുശേഷം മോൾ ഫ്രാക്ഷൻ കാണാം. ഇവിടെ സൊല്യൂട്ട് ഗ്ലൂക്കോസ് ആണ്. മാസ് ഓഫ് സൊല്യൂട്ട് 18 gram ആണ്. ഓക്കെ, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് 180 ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ സോൾവെന്റ് വാട്ടർ ആണ്. സോൾവെന്റിന്റെ മാസ് ഓഫ് സോൾവെന്റ് 500 gram ആണ്. ഓക്കെ, then molality M is equal to WB by MB into 1000 divided by mass of solvent in gram. Then WB 18 divided by MB 180 into 1000 divided by mass of solvent 500. Okay, then 500 2 times 1000 go like 18 10 times. The answer is 0.2 molar or small m എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോൾ പെർ കിലോഗ്രാം. മോൾ പെർ കിലോഗ്രാം. ഓക്കെ, ഇതാണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കാണുന്നത് കൈ ബി. യെസ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാം? NB കാണാം, NA കാണാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് WB ഡിവൈഡഡ് ബൈ MB. WB മാസ് ഓഫ് സൊല്യൂട്ട് 18, മോളാർ മാസ് 180, 0.1 എന്ന് കിട്ടും അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, വാട്ടർ ആണ് സോൾവെന്റ്, WA by MA. യെസ്, മാസ് ഓഫ് സോൾവെന്റ് 500. യെസ്, 500 divided by മോളാർ മാസ് 18. The answer is number of moles of solvent 27.78 ആണ്. ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, NB 0.1 by 27.78 plus 0.1. ഓക്കെ, 0.1 divided by 27.88. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3.59 into
10⁻³ ആയിരിക്കും ആൻസർ. ഇതാണ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് യെസ് പ്രോബ്ലം. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഈ ചാപ്റ്ററിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഓക്കെ,